കോൺഗ്രസ് പറയുന്നത് അങ്ങനെയല്ല, CPM ഉം BJP തമ്മിൽ ഡീലാണെന്നാണ് എല്ലാ മണ്ഡലങ്ങളിലും. അല്ല, അതൊന്നും പരിശോധിക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ ശിവൻകുട്ടീനെ പരിശോധിച്ചല്ലോ. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിൽ ആരാണ് ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ? ഞങ്ങളാണോ? CPM ഉം കോൺഗ്രസ് അല്ലേ? തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ഒരുമിച്ച് ആരാണ്? CPM ഉം കോൺഗ്രസ് അല്ലേ? പിന്നെ ആരെയാണ് വെട്ടിയാക്കുന്നത്? ഈ രണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ എൻ്റെ പ്രഡിക്ഷനാണ്, എഴുതി വെച്ചോളൂ. ഇതായിരിക്കും അവസാനത്തെ ഇലക്ഷൻ. 3 മുന്നണി മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷനാണ് 2026. ഇത് കഴിഞ്ഞ് അടുത്ത ഏത് ഇലക്ഷനാണെങ്കിൽ ലോക്സഭ, ലോക്കൽ ബോഡി, അസംബ്ലി, ഇത് 2 മുന്നണിമാർ മാത്രമേ ഇവിടെ മത്സരിക്കുള്ളൂ. ഒന്ന് NDA, മറുവശത്ത് CPM ഉം കോൺഗ്രസിൻ്റെ ഇന്ത്യ അലയൻസ് ഒരുമിച്ച് മത്സരിക്കും ഇവിടെ. ഈ നാടകം 26 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ നാടകം പൊളിക്കും, കഴിയും. ആ കളി അങ്ങ് തീർക്കും. ഇനി NDA വേഴ്സസ് ഇന്ത്യ അലയൻസ് ഒഫീഷ്യലി. ഇനിയിപ്പോൾ അൺഒഫീഷ്യൽ നാടകം ഒന്നും ആവശ്യമില്ല. അതായിരിക്കും ഇനി വരാൻ പോകുന്ന 26 കഴിഞ്ഞിട്ട് സ്ഥിതി. ഇവിടുത്തെ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പിൽ അതായിരിക്കും വലിയൊരു മാറ്റം.